على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قل إن ربي يبسط الرزق لمن يشاء من عباده ويقدر له وما أنفقتم من شيء فهو يخلفه وهو خير الرازقين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലെ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടതിന്റെ ആഹ്ലാദാനുഭവങ്ങളിലാണ് നമ്മളിപ്പോൾ കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു താൽക്കാലിക കെട്ടിടത്തിന്റെ മുന്നിലാണെങ്കിലും ഉയരാനിരിക്കുന്ന വലിയ കെട്ടിടങ്ങളുടെയും ഇവിടെയുള്ള സലഫി പ്രസ്ഥാനത്തിന്റെ സുവർണമായ ഒരു ഭാവിയെയും മനസ്സിൽ വിഭാവനം ചെയ്ത് ആഹ്ലാദം കൊള്ളുന്ന നിമിഷങ്ങളാണ്. അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കാൻ അള്ളാഹു സഹായിക്കട്ടെ. സഹോദരങ്ങളെ, രണ്ട് അവസ്ഥകൾ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന്, ആളുകളുടെ പിന്തുണക്കും ആളുകളുടെ സഹായത്തിനും സഹകരണത്തിനും വേണ്ടി വളരെ പ്രയാസപ്പെടുകയും പാടുപെടുകയും യാചിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഒരു പരിപാടി വെച്ചാൽ അവിടെ 4 ആള് വരാൻ, ഒരു സംരംഭം ആരംഭിച്ചാൽ അവിടേക്ക് ചെറിയൊരു സംഭാവന നൽകുവാൻ, അവിടെ പ്രവർത്തനങ്ങളെയും പരിപാടികളെയും പ്രശംസിക്കുവാൻ ആളുകളില്ല എന്ന പരാതി നാടൊട്ടുക്കും നിറഞ്ഞു നിൽക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ആളുകൾ താൽപര്യപൂർവ്വം വരുന്നു എന്ന് നാം കാണുന്നു. ഈ ഒരു വ്യത്യാസം നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഓരോരുത്തർക്കുമുണ്ട്. അത് വ്യക്തിപരമാകാം, കുടുംബപരമാകാം, സാമൂഹികമാകാം. അതിനൊരു പരിഹാരം പറഞ്ഞു തരാൻ ഫലപ്രദമായി ആരു തയ്യാറുണ്ടോ അവിടെ ആളുണ്ട്. അത് ഭൗതികമായും മതപരമായുമുള്ള സാഹചര്യങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. പരിഹാരം തേടുകയാണ് നമ്മൾ എല്ലാ സന്ദർഭങ്ങളിലും. ജീവിതത്തിന്റെ ഓരോ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം. ഡോക്ടർമാരുടെ വരാന്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ജനസാന്നിധ്യം അറിയിക്കുന്നത് ചില ഫലപ്രദമായ മാർഗനിർദ്ദേശങ്ങളും മരുന്നും കൊടുക്കാൻ ആ ഡോക്ടർക്ക് പറ്റുന്നു എന്നതാണ്. അല്ലെങ്കിൽ ആ വരാന്തയിൽ ഒരു ഡോക്ടറെ കാണാൻ മണിക്കൂറുകളോളം ആളുകൾ കാത്തുനിൽക്കുമായിരുന്നില്ല. ഫലപ്രദമല്ലാത്ത ഒന്നിനോടും സഹകരിക്കാൻ ബുദ്ധിയോ വിവേകമോ ഉള്ള ആളുകൾ തയ്യാറാവുകയില്ലെന്ന് ഉറപ്പാണ്. നിങ്ങൾക്കറിയാം, വളരെ വിദൂരങ്ങളിൽ നിന്നും യാത്ര ചെയ്ത് ഇവിടെ എത്തിയ നമുക്കാർക്കും ഇവിടെ ബസ് ഫെയറുകൾ വിതരണം ചെയ്യുന്നില്ല. ഉച്ചക്കൊരു ഭക്ഷണം തിരിച്ചു പോകാൻ വൈകുന്നത് കൊണ്ട് ഇവിടെ ഏർപ്പെടുത്തിയ വിവരം നമുക്കാർക്കും അറിയുകയുമില്ല. പിന്നെ എന്തിനു നാം വന്നു? വലിയൊരു പ്രയോജനത്തെ നാം മനസ്സിൽ കാണുന്നു എന്നതാണ് നമ്മളെ ഇവിടെ എത്തിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, സത്യത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിലും വിശാലമായ ഒരു പരിഹാര ഗോപുരത്തിന്റെ മുന്നിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇതിനെ പെരുപ്പിച്ചു പറയാനോ വർദ്ധിപ്പിച്ചു പറയാനോ പറയുന്ന ഒരു കാര്യമല്ല. ഇന്നലത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ ചികിത്സ തേടി വരുന്ന രോഗികളിൽ ഇന്ന് ഏറ്റവും അധികം പരിഹാരമായി നൽകേണ്ടത് മാനസിക സമ്മർദ്ദങ്ങൾക്കുള്ള ചികിത്സകളാണ് എന്ന് ഡോക്ടർമാർ കണ്ടെത്തുക മാത്രമല്ല, കേരളത്തിലെ പ്രഗത്ഭമായ ഒരു മെഡിക്കൽ കോളേജിന്റെ കീഴിൽ മാനസിക പിരിമുറുക്കങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാനുള്ള എക്സർസൈസുകളും അങ്ങനത്തെ വ്യായാമങ്ങളുമായ പുതിയ പദ്ധതികളുമായി നാടൊട്ടുക്കും ശരീരരോഗത്തിന് ചികിത്സിക്കേണ്ട ഡോക്ടർമാർ ഇറങ്ങിത്തിരിക്കുന്നു എന്ന വസ്തുത ഇന്നലെ പത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. ഒരു സംശയവും നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ട ആവശ്യമില്ല. സഹോദരങ്ങളെ, എല്ലാറ്റിനുമുള്ള പരിഹാരം ഇസ്ലാമാണ്. അതിൽ എനിക്കും നിങ്ങൾക്കും യാതൊരു സംശയവും ആ കാര്യത്തിലില്ല.
എല്ലാ കാര്യങ്ങൾക്കുമുള്ള പരിഹാര നിർദ്ദേശങ്ങൾ തരാൻ വിശുദ്ധ ഖുർആനിന് പറ്റും. അത് ഫലപ്രദമായി നമ്മൾ എവിടെയെല്ലാം ആ പരിഹാരങ്ങളുമായി ജനങ്ങളെ സമീപിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ആളുകൾ താല്പര്യപൂർവ്വം വരുന്നു എന്ന് മാത്രമല്ല, ഇന്ന് അവരെ നിരാശരാക്കേണ്ട ഒരവസ്ഥ നമ്മുടെ സൗകര്യങ്ങളുടെ പരിമിതി കൊണ്ട് ഇന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഒരു മാനസികമായ സമാധാനവും സന്തോഷവും കിട്ടാൻ വിശുദ്ധ ഖുർആൻ കൊണ്ട് പറ്റും എന്ന കാര്യത്തിൽ സംശയമുള്ള ഒരാളും ഇവിടെ ഇരിക്കുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള ഒരു പദ്ധതിയുമായി നമ്മൾ ഇറങ്ങിത്തിരിച്ചപ്പോൾ ആരുടെയും സമ്മർദ്ദവും ആരുടെയും പ്രേരണയും കൂടാതെ തന്നെ ആയിരങ്ങളാണ് അതിലേക്ക് വന്നത് നമുക്കറിയാൻ പറ്റും. ഞാൻ ഓർക്കുന്നു, പെരിന്തൽമണ്ണയിൽ ഖുർആൻ പഠിപ്പിക്കുന്നുള്ള സംരംഭത്തെക്കുറിച്ച് ഖുർആൻ പഠിക്കാൻ അവസരമുണ്ടെന്ന് പറഞ്ഞാൽ ആള് വരും എന്ന ഒരു പ്രതീക്ഷയോ മുൻ അനുഭവങ്ങളോ ഒന്നുമില്ലാതെ വെറുതെ പെരിന്തൽമണ്ണയിലെ പ്രവർത്തകന്മാർ കൊടുത്തൊരു നോട്ടീസിനോട് പ്രതികരിച്ചത് 500-ലധികം ആളുകളാണ്. നിങ്ങൾ ആലോചിക്കണം, അതൊരു മുജാഹിദുകളല്ല. ഒരു മുജാഹിദ് പ്രദേശത്തെ പ്രഖ്യാപനമാണെങ്കിൽ നമുക്ക് ഓർക്കാമായിരുന്നു അത് ഈ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കാൻ വന്നവരാണെന്ന്. ഒരു താൽക്കാലികം കിട്ടിയ ഒരു ഹാളിൽ മതിയാകാത്തത് കൊണ്ട് 3 ബാച്ചായിട്ടാണ് അവിടെ ക്ലാസുകൾ ആരംഭിച്ചത്. 3 ബാച്ച്. ആ വന്നിരിക്കുന്നതിൽ മഹാഭൂരിപക്ഷവും നമ്മുടെ ആദർശവുമായി ബന്ധമില്ലാത്ത ആളുകളായിരുന്നു. സഹോദരങ്ങളെ, ഖുർആനിന്റെ അർത്ഥം പഠിപ്പിക്കുമെന്ന് പറയുമ്പോൾ എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും പരിചയമോ കേട്ടുകേൾവിയോ ഇല്ലാത്ത ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ അധ്യാപകന്റെ മുന്നിൽ വന്നിരിക്കാൻ സജ്ജമാകുന്ന ഒരു മഹാജനസമൂഹത്തിന് മുമ്പിൽ ഫലപ്രദമായി ഇത് പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള പരിഹാരവുമായി വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ മാനസിക പ്രയാസങ്ങൾക്ക് പരിഹാരമാണ്. യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. ഏ ജനങ്ങളെ, നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു എന്ന് പടച്ച തമ്പുരാൻ പറയുമ്പോൾ, സഹോദരങ്ങളെ, ജനങ്ങൾക്ക് വന്ന സതുപദേശങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ദൗത്യം ഇവിടെ ആരു നിർവഹിക്കണം എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടോ കേരളത്തിലെ മുജാഹിദുകൾ? ഫലപ്രദമായ ഉത്തരം കണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ മനസ്സമാധാനം നൽകാൻ പറ്റും ഈ ഖുർആനിന് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിൽ പറയുമ്പോൾ, അങ്ങനത്തെ ഒരു അനുഭവം സൃഷ്ടിക്കത്തക്ക വിധത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ആ ദിവ്യപ്രകാശങ്ങളെ മനസ്സിലേക്ക് പകർന്നു നൽകാൻ പറ്റുന്ന രൂപത്തിൽ അത് കൊടുക്കാൻ നമുക്ക് ചെറിയ അളവിൽ സാധിച്ചപ്പോഴേക്കും ജനങ്ങൾ അതിനെ സ്വീകരിച്ചു എന്ന് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് ഫലപ്രദമായി അത് ഇവിടെ നിർവഹിക്കപ്പെടണം. അതിന് വിശുദ്ധ ഖുർആനിനെ ഭാഷയറിഞ്ഞും അതിന്റെ നിയമം അറിഞ്ഞും അതിന്റെ വ്യാഖ്യാനങ്ങൾ അറിഞ്ഞും നമ്മുടെ പൂർവികന്മാരുടെ വ്യാഖ്യാനങ്ങളെയും മാതൃകകളെയും ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരണം എന്നത് മുജാഹിദുകളുടെ സ്വപ്നമായതുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ ജാമിയയെ സ്വീകരിച്ചത്. ശരിക്കൊരു ബ്രോഷർ കളറിൽ ആളുകൾക്ക് കൊടുത്തിട്ടില്ല. നമ്മൾ ഈ സ്ഥാപനത്തെ പരിചയപ്പെടുത്തുന്ന ചെറിയൊരു ബുക്ക്ലെറ്റ് ആളുകൾക്ക് കയ്യിൽ കൊടുത്തിട്ടില്ല. ഒരു കേട്ടറിവ് വെച്ച് ബൈലക്സിൽ കേട്ട ഒരു പ്രഭാഷണമോ ഒരു വാക്കോ കേട്ട ആളുകൾ വന്നതെന്താണ്? ആളുകൾ സ്വപ്നം കണ്ടിരിക്കുകയാണ്. സ്വന്തം നാട്ടിൽ വളരെ സുന്ദരമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത് അവിടുത്തെ മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഹൃദയ സമാധാനം നൽകുന്ന ഈ മാർഗദർശനം പുരോഹിതന്മാരുടെയും ആളുകളുടെയും ഇൽമിനെ തടസ്സപ്പെടുത്തുന്നവരുടെയും കൈകളിൽ നിന്നും മോചിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് ഈ നാട്ടുകാർക്ക് നിർലോഭമായി കൊടുക്കുവാനുള്ള ഒരു അവസരം ഈ നാട്ടിലുള്ളവർ പ്രതീക്ഷിക്കുന്ന സഹോദരങ്ങൾ. അതിന് ലക്ഷങ്ങളും കോടികളും അവർ കൊടുക്കാൻ തയ്യാറാണ് എന്നത് ഈ കുറഞ്ഞ ഈ സ്ഥാപനത്തിന്റെ തുടക്കത്തിന്റെ അനുഭവങ്ങളിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ, 25-30 ഏക്കർ സ്ഥലങ്ങളിൽ കെട്ടിടങ്ങൾ വെറുതെ കെട്ടിവെച്ച് ബെഞ്ചും ഡെസ്കും ഇട്ട് ആളുകളില്ലാതെ പഠിപ്പിക്കുവാൻ ഫലപ്രദമായ അധ്യാപകന്മാരില്ലാതെ ഇൽമിനെ തേടി വരുന്ന നിഷ്കളങ്കരായ വിദ്യാർത്ഥികളില്ലാതെ അതിന് താല്പര്യപ്പെടുന്ന രക്ഷിതാക്കന്മാരെ നിരാശപ്പെടുത്തുന്ന അവസ്ഥയിൽ നിലനിൽക്കുന്നിടത്താണ് ഈ പുതിയ ദാരിദ്ര്യം നിറഞ്ഞ അല്ലെങ്കിൽ വരണ്ടു കിടക്കുന്ന ഭൂമിയിലേക്ക് ഒരു മഴയെന്ന പോലെ യഥാർത്ഥത്തിൽ ഈ മഹത്തായ ജാമിയ പെയ്തിറങ്ങിയപ്പോൾ മനസ്സിൽ സ്തുതി പറഞ്ഞ് നമ്മൾ ഇതിന്റെ മുറ്റത്ത് ഒരുമിച്ച് കൂടിയത്. ഇതൊരു പരിഹാരം തന്നെയാണ്. കാരണം നമ്മുടെ മുമ്പിലുള്ള ഒരു ചിത്രം ഇതാ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ വായിച്ചറിഞ്ഞു കഴിഞ്ഞു. നമ്മുടെ കൂടെയുള്ള മുജാഹിദുകളുടെ ചിത്രം നമ്മൾ മനസ്സ് നമ്മൾ വായിച്ചു. നമ്മളെ നയിച്ചവരുടെ മനസ്സ് നമ്മൾ വായിച്ചു. നമ്മുടെ ചുറ്റുഭാഗവും നമ്മുടെ ദൂരം നിന്ന് നിരീക്ഷിച്ചവരുടെ മനസ്സ് നമ്മൾ വായിച്ചു. സഹോദരങ്ങളെ, എന്താണ് ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ മനസ്സിലാക്കിയത്? ആ മനസ്സിലാക്കിയ പ്രശ്നത്തിന്റെ പരിഹാരം കൂടെയാണ് നാം ഒത്തുചേർന്ന ഈ ജാമിയ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് കണ്ടൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താന്ന് ചോദിച്ചാൽ, സമൂഹത്തിൽ സഹോദരങ്ങളെ ദീനിന്റെ യാതൊരു അറിവുമില്ലാത്ത ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയും ഏറ്റവും വലിയൊരു പ്രയാസമാണ്.
അത് പഠിപ്പിച്ചു കൊടുക്കുക. നേരത്തെ മദീനി പറഞ്ഞ കാര്യങ്ങൾ അതാണ്. ഇൽമിനെ നമ്മൾ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കാനുള്ള അവസ്ഥ. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ സദസ്സിന് അത് പെട്ടെന്ന് മനസ്സിലാവും. വളരെ പ്രയാസമൊന്നുമില്ല, നമുക്ക് വളരെ ലളിതമായി മനസ്സിലാക്കാൻ പറ്റിയ ഒരാളാണ്. നമ്മൾ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾ ആരാന്ന് ചോദിച്ചാൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മുടെ സ്വന്തം മക്കളെക്കാളും കുടുംബങ്ങളെക്കാളും ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആ പ്രവാചകനെയാണ്. സഹോദരങ്ങളെ, ആ പ്രവാചകനെ പൂർണ്ണാർത്ഥത്തിൽ അനുകരിക്കണം, അതേപോലെ ജീവിക്കണം. സ്വഭാവത്തിലും കർമ്മത്തിലും വിശ്വാസത്തിലും രൂപത്തിലും എന്നതിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരൊറ്റ ആളുമില്ല. ഹദീസുകളിൽ സ്വീകാര്യമായ ഹദീസുകളെ തള്ളുന്നവർ പോലും പറയുന്ന ഒരു കാര്യമുണ്ട്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ നമ്മൾ മാതൃകയാക്കേണ്ടത്. എന്നാൽ സഹോദരങ്ങളെ, വളരെ സ്നേഹപൂർവ്വം നമുക്ക് പറയാം, കേരളത്തിലെ മതപ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പണ്ഡിതന്മാർ, അതിന് നേതൃത്വം നൽകുന്ന മഹാരഥന്മാർ, പലപ്പോഴും ദശാബ്ദങ്ങളായി ജനങ്ങൾക്ക് ഖുർആൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവിടെ മനസ്സിലുള്ള ചിത്രം യഥാർത്ഥത്തിൽ നമ്മൾ പുറത്ത് മനസ്സിലാക്കി. എന്താ, ഒന്നും വേണ്ട, ഞാൻ ചെറിയൊരു രൂപത്തിലൊരു വ്യത്യാസം, കുറച്ചൊരു താടിയും കുറച്ചൊരു നെരിയാണിക്ക് മേലെ തുണിയെടുത്ത ഒരാളെ കാണുമ്പോൾ അല്പം പരിഹാസത്തോടുകൂടെ ചിരിക്കുക മാത്രമല്ല, അതൊരു പരിഹാസത്തിന്റെ കമന്റായി ഒരു പൊതുപരിപാടിയിൽ പറയാൻ ആത്മധൈര്യം കാണിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അവരോടുള്ള വിരോധം കൊണ്ടല്ല, നമ്മുടെ മനസ്സ്, എളിയ മനസ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ ഒരാളെ കണ്ടാൽ അയാളെ ഉൾക്കൊള്ളാൻ പോലും മനസ്സ് വളർന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, ദീനിന്റെ പഠനം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. ദീനിന്റെ പഠനം, അയാളെ താടി വെക്കണ്ട, അയാൾ തുണി നെരിയാണിക്ക് കയറ്റിയെടുക്കണ്ട. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിലും ഭാവത്തിലും ഒരാളെ കണ്ടാൽ ഉൾക്കൊള്ളാനുള്ള മനസ്സിലേക്കെങ്കിലും കേരളത്തിലെ മുസ്ലിങ്ങളെ എത്തിക്കുന്നിടത്ത്, കൂടെ നിൽക്കുന്നവരെ എത്തിക്കുന്നിടത്ത് സഹോദരങ്ങളെ, പരാജയപ്പെട്ടു പോയോ എന്ന ആത്മവിശകലനമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. നമുക്ക് മാറി വരേണ്ട ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ടായിരിക്കണം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ടിനോട് മുട്ട് ചേർത്ത് വെച്ചിട്ട് പിന്നെ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചത് മൽ ഇസ്ലാം മൽ ഈമാൻ. സഹോദരങ്ങളെ, ആ ചോദ്യങ്ങൾക്ക് വലിയൊരു അർത്ഥമുണ്ട്. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? ആ ചോദ്യം പ്രതിനിധീകരിക്കുന്നത് ഒരു അധ്യാപകനും വിദ്യാർത്ഥിയുമായി ലോകത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പാഠശാലയുടെ തുടക്കമായിരുന്നു. അതുകൊണ്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ജിബ്രീൽ പോയ ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് പറഞ്ഞു, ആരാണാ വന്നതെന്ന് അറിയോ? ചോദിച്ചത് എന്താ? അത് ദീൻ പഠിപ്പിക്കുവാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം വന്നതാണ്. എന്നിട്ട് ആ അധ്യാപകനും വിദ്യാർത്ഥിയും എങ്ങനെ പഠിപ്പിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് മൽ ഇസ്ലാം എന്ന് ചോദിച്ചപ്പോൾ അൽ ഇസ്ലാമു അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ഇസ്ലാം എന്നു വെച്ചാൽ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത ആ വാചകങ്ങളും അക്ഷരങ്ങളും ഒഴിഞ്ഞ് പഠിപ്പിക്കപ്പെടേണ്ട ഒരവസ്ഥ കേരളത്തിൽ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ സഹോദരങ്ങളെ, ചെറിയൊരു മനപ്രയാസം. എന്റെ നാട്ടിൽ റെഡി ഒരു മദ്രസ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ദീനിരുന്നു കേൾക്കുവാനും ലോകത്തെ മഹാരഥന്മാരുടെ പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ പാരായണം ചെയ്ത് വിശദീകരിച്ചാൽ കേൾക്കാനും നൂറുകണക്കിന് ആളുകൾ സന്നദ്ധമായി നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം, ആര് വായിച്ചു തരും? ആര് കിതാബുകൾ വായിച്ചു തരും? ആര് പറഞ്ഞു തരും? ഇസ്ലാമിന്റെ അഖീദയെ തെറ്റാതെ ആര് നമുക്ക് വിശദീകരിച്ചു തരും? ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് സഹോദരങ്ങൾ ഈ ജാമിയ. ഈ ചോദ്യം ഒരുപക്ഷേ ഒരു 7 കൊല്ലം കാത്തിരിക്കേണ്ടി വരുമെന്ന് മാത്രം. അന്നെങ്കിലും പരിഹാരം കാണാൻ നമുക്ക് പറ്റുള്ളൂ. ഇസ്ലാമിനെ അക്ഷരാർത്ഥത്തിൽ പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നവർക്കൊരു മനസ്സിൽ പോലും ഇസ്ലാമിന്റെ ഒരു പ്രാഥമിക ചിത്രം പോലും ഇല്ല എന്ന് ഈ കഴിഞ്ഞ നാളുകൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പരിഹാരമാണ്. മാത്രമല്ല സഹോദരങ്ങളെ, നല്ല കാര്യബോധമുള്ള നല്ലവരും പണ്ഡിതന്മാരുടെയും തിരോധാനം നമ്മുടെ ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ നഷ്ടമാണ്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതാണ് യുഖദ്ദമുൽ അശ്റാർ, തിന്മയുടെ ആളുകൾ മുന്നോട്ട് വരുന്നൊരവസ്ഥ. നോക്കൂ, നിങ്ങൾ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിലും ഏറ്റവും ഉയർന്ന സ്ഥലങ്ങളിലും ഒരു ദീനിന്റെ ഒരുമിച്ച് കൂടലിൽ പോലും ഇരിക്കുമ്പോൾ പലപ്പോഴും ദീനിന്റെ പേരിൽ പരിചയപ്പെടുത്താൻ പറ്റാത്ത ആളുകളെ മുന്നിൽ നിർത്തേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഒരു സമൂഹത്തിന് വരാൻ പാടില്ല. വിജ്ഞാനത്തിന്റെ കുറവും അതേപോലെ തന്നെ നല്ലവരായ ആളുകൾ നഷ്ടപ്പെട്ടു പോകും. ഇപ്പൊ ലവ്വല് വല്ലവൽ നല്ല ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഏറ്റവും നല്ല ആൾ ആദ്യം പോകും. സഹോദരങ്ങളെ, നല്ല ജനങ്ങളിൽ ഇസ്ലാമികമായ മാതൃകയോട് ജീവിക്കുന്ന ഒരു തലമുറ നഷ്ടപ്പെട്ടു പോകുമ്പോൾ തിന്മയുടെ ആളുകളെ ഇസ്ലാമിന്റെ സുന്ദരമായ ഒരു ആദർശത്തിന്റെ മുന്നിൽ നിർത്തേണ്ടി വരുമ്പോൾ എല്ലാറ്റിനും ഒരു പരിഹാരമായി നിൽക്കാൻ ദീൻ പഠിക്കുന്ന ആത്മാർത്ഥതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള പരിഹാരങ്ങളെക്കുറിച്ച് നാം ആത്മാർത്ഥമായി ആലോചിക്കണം. സത്യത്തിൽ അങ്ങനത്തെ ഒരു മനസ്സിലേക്ക് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ ജനങ്ങളെ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പരിഹാരം ഇന്നാണ് ജാമിഅയായി ജനിക്കുന്നതെങ്കിലും 10 കൊല്ലത്തെ നമ്മുടെ വിജ്ഞാനവേദികൾ,
നമ്മുടെ QHLS-കൾ, നമ്മുടെ MSM നടത്തിക്കൊണ്ടിരുന്ന പരിപാടികളൊക്കെ ആളുകളെ എന്ത് ചെയ്തു വെച്ചാൽ ദീൻ പഠിക്കണം, എന്റെ കുട്ടി ദീനിനെ പഠിക്കണം, അവന് എന്തു നഷ്ടം വന്നാലും വേണ്ടിയില്ല, അവന് ദീന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നിടത്തൊക്കെ അവരെ എത്തിക്കണമെന്ന് അവർക്ക് മാത്രമല്ല. ഞാൻ ആലോചിക്കുന്നു, ഒരു 90 കുട്ടികളോട് കൂടെയാണ് ഞാൻ പഠിച്ച അറബിക് കോളേജിൽ ഫസ്റ്റ് ബാച്ച് ആരംഭിക്കുന്നത്. 90 കുട്ടികളിൽ, ആ 90 കുട്ടികളിൽ സ്വന്തം ഇഷ്ടപ്രകാരം അറബിക് കോളേജിൽ വന്ന ഒറ്റ ആളുമില്ല, ഞാൻ അടക്കില്ല. നിങ്ങൾ ഇവിടെ ചോദിച്ചു, ഈ ഫൈസൽ മോനോട് ചോദിച്ചാൽ ആരെ പറ്റും? സ്വന്തം ഇഷ്ടപ്രകാരം ഈ ജാമിയയിൽ ചേരാൻ വന്ന എത്ര കുട്ടികളുണ്ട് സഹോദരങ്ങൾ? ഉണ്ട്. വാപ്പയോടും ഉമ്മയോടും വാശി പിടിച്ച് വാദിച്ചു വന്ന കുട്ടികളുണ്ട് ഇവിടെ. അത് വെറുതെ ഉണ്ടായതല്ല സഹോദരങ്ങളെ. വിജ്ഞാനത്തോടും ഒരു പുതിയ ദീനി സ്വപ്നത്തെയും ലേക്കും ഈ ജനങ്ങളെ എത്തിക്കുവാൻ കഴിഞ്ഞ നമ്മുടെ ബോധവൽക്കരണങ്ങളെ കൊണ്ടായിട്ടുണ്ട്. അതിന്റെ പരിഹാരം ഇന്നാണ് നമുക്ക് എത്തിക്കാൻ പറ്റിയെന്നുള്ളൂ. ഒരു പക്ഷേ ഇതിന്റെ ഈ ഒരു വളർച്ച, ഇതിന്റെ ഒരു പുരോഗതി ഏറ്റവും പ്രാധാന്യപൂർവ്വം നമ്മൾ കാണുകയും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭം നമ്മളോട് വിളിച്ചു പറയുന്നത്. സാധിക്കുമെന്ന് ഉറപ്പാണ്, യാതൊരു സംശയമല്ല. ഇപ്പോഴത്തെ പുതിയൊരു തലമുറയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ മനസ്സിനെ കുളിർമ കൊള്ളിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ എന്റെ ഒരു അനുഭവം ഞാൻ പറയാണ്. ഗൾഫിൽ പിന്നെ ഏകദേശം 300ഓളം ജോലിക്കാരെ സ്വന്തമായി മാനേജ് ചെയ്ത് ഒരു സ്ഥാപനം നടത്തുന്ന ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തി, അദ്ദേഹത്തെ GCCയിൽ തന്നെ ഒരു കൺട്രിയിലേക്ക് അദ്ദേഹത്തിന് ഒരു സുഹൃത്ത്, പഴയ കാലത്തൊരു പാർട്ണർ അദ്ദേഹത്തെ വിളിച്ചു, ഒരു ദിവസം നീ എന്നെ വിസിറ്റ് ചെയ്യണം. അപ്പൊ അയാൾ പറഞ്ഞു, ബിസിനസ് കാര്യമാണോ? ഞാൻ വരും, അല്ലാത്തിനേം വരില്ല. കാരണം ബിസിനസ് കാര്യമാണ്, എന്തെങ്കിലും ചെറിയ ബെനിഫിറ്റ് ഉണ്ടോ എന്നാ ഞാൻ വരുന്നത്. അപ്പൊ ബിസിനസ് കാര്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വിളിച്ചത്. അപ്പൊ എന്നോട് ആ വിളിച്ച സുഹൃത്ത് വെച്ചു, ഞാൻ ബിസിനസ് കാര്യം സംസാരിക്കാനല്ല, ദീന് സംസാരിക്കാനാണ് അയാളെ വിളിച്ചത്, ബിസിനസ് ആണെന്ന് പറഞ്ഞത് ഒരു കളവായി പോകുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ബിസിനസ് തന്നെ എന്നോട് പറഞ്ഞാൽ മതി, കുറച്ചും കൂടി ഇവിടത്തിനേക്കാളും കുറച്ചും കൂടി ലാഭമുള്ള ബിസിനസ് ആണെന്നൊന്ന് തിരുത്തി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ വന്നൊരു ദിവസം താമസിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും മനസ്സിലായി. അതായത് വമ്പിച്ച പലിശയിലും ഹറാമുകളിലുമാണ് ആ കച്ചവടത്തിന്റെ സംസ്ഥാപനം തന്നെ. ആ ബിസിനസ് തന്നെ അങ്ങനത്തെ ഒരു മാർഗത്തിലുള്ള കാര്യമാണ്. അദ്ദേഹം അവിടുന്ന് കേട്ടുവെന്ന് മാത്രമല്ല, നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹവുമായി സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടി. ഞാൻ പറഞ്ഞത് വെച്ചാൽ ശരിക്കും അയാൾ സംസാരിക്കുമ്പോൾ ഓരോ കാര്യത്തിലും വലിയൊരു ബിസിനസ് നിർത്തിപ്പോയതിനെ കുറിച്ച് അദ്ദേഹം ആലോചിക്കും. അപ്പൊ നിർത്താൻ അദ്ദേഹത്തിന് തടസ്സം എന്തുള്ളൂ? ഈ 300ഓളം വരുന്ന ജോലിക്കാര് അഥവാ ഈ ബിസിനസ്സിൽ നിന്ന് അയാളെ ശ്രദ്ധ മാറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ബിസിനസ് തകരും. അപ്പൊ ഈ 300 വീടുകളിൽ പട്ടിണിയുമാകുമോ? അതാണ് അയാളുടെ മനസ്സിലൊരു ആശങ്ക. പിന്നെ ഈ പാർട്ട്നേഴ്സ് അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ടാണ് ഒക്കെ കൂടിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് ഒഴിവായി പോകുമ്പോൾ എന്താവും? എന്നാൽ ഹറാമാണെന്ന് 100% ഉറപ്പ്. ഇത് നിർത്തേണ്ട കാര്യത്തിൽ എനിക്കൊരു പണ്ഡിതന്റെ അഭിപ്രായം വേണ്ട. നിർത്തുമ്പോഴുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഉപദേശം തേടാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നതെന്ന്. സഹോദരങ്ങളെ, ആളുകൾ ഇതൊരു ഭാഗ്യമായി സ്വീകരിക്കാനല്ല തീരുമാനിച്ചു. ഇപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് കഴിഞ്ഞാൽ ഒരു പുതിയ ബിസിനസ്, ഒരു ഇവൽ അള്ളാഹു പകരം നിങ്ങൾക്ക് തരും, ഒരു പകരം പടച്ചോൻ തരും. അത് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറയണം എന്താന്ന് വിചാരിച്ചാൽ, പടച്ചോൻ തന്നാലും തന്നില്ലെങ്കിലും എന്റെ ഇന്നാണ് മരിച്ചാൽ നാളെ ജവാബ് പറയേണ്ട ഒരു കാര്യത്തിന് ആലോചിച്ച് നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് എനിക്കിത് പെട്ടെന്ന് നിർത്തണമെന്ന് ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത്. സഹോദരങ്ങളെ, ഇത് ഒരു വ്യക്തിയല്ല, എത്രയോ യുവാക്കളും ആളുകളും എന്ത് കാര്യം ചെയ്യുമ്പോഴും അവർക്ക് പരിചയമുള്ള ഒരു പണ്ഡിതനെ വിളിക്കും. എങ്ങനെയാണ്? ഞാനിപ്പോ ലേബർ റൂമിന്റെ മുന്നിലാണ്, എന്റെ ഭാര്യ പ്രസവിക്കാനിരിക്കുന്നു, എന്റെ കുട്ടിക്ക് വേണ്ടി എന്താ ഞാൻ ഇസ്ലാമികമായി ചെയ്യേണ്ടത്? ഞാനൊരു പുതിയ വീട് പണി തുടങ്ങുകയാണ്, ഞാൻ എന്താണ് ഇസ്ലാമികമായി ചെയ്യേണ്ടത്? ഞാനൊരു വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ, നാളെ എന്റെ കല്യാണം, എന്താണ് ഞാൻ ഇസ്ലാമികമായി ചെയ്യേണ്ടത്? സഹോദരങ്ങളെ, ഇത് ചോദിച്ചത് വെറുതെയല്ല. 10 കൊല്ലത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അങ്ങേയറ്റത്തെ വൈജ്ഞാനികമായ പ്രയാണമാണ് ഈ മാറ്റത്തിന് കാരണമാക്കിയത്. അതുകൊണ്ട് ഇനി നമ്മൾ കാത്തിരുന്നാൽ ആളുകൾ നമുക്കെതിരെ തിരിയും. കാരണം ദീൻ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കാൻ ആളെവിടെ? മിമ്പറിൽ പ്രതീക്ഷയോട് മേലോട്ട് നോക്കിയിരിക്കുമ്പോൾ സഹോദരങ്ങളെ, അർത്ഥവത്തായി ഖുർആനും ഹദീസും പറഞ്ഞു കൊടുക്കാൻ ആളുകൾ എവിടെ? ഈ ചോദ്യത്തിന്റെ ഉത്തരം കാണുന്നിടത്ത് മുജാഹിദ് പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം ഏറ്റവും വലിയൊരു പരിഹാരം കാണേണ്ടതുണ്ട് എന്ന് നമ്മൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ഈ ജാമിയ ഈ അവസ്ഥയിൽ നമുക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പറ്റിയത്. നിങ്ങൾ ആലോചിക്കണം, പ്രഗത്ഭമായ സ്ഥാപനങ്ങളിൽ പോലും അഡ്മിഷന് വേണ്ടി യാതൊരു തിരക്കും അനുഭവപ്പെടാതിരിക്കുമ്പോൾ നമുക്കൊരു വാടകയ്ക്കൊരു കെട്ടിടം കിട്ടിയില്ല. ഈ കെട്ടിടം നമ്മൾ ഉറപ്പിച്ചിട്ടില്ല. ആ സമയത്താണ് എടരിക്കോട് വെച്ചിട്ട് 70ഓളം കുട്ടികളെ വെച്ച് പുതിയതായി അഡ്മിഷൻ കൊടുക്കേണ്ട 70 കുട്ടിയൊക്കെ നമ്മൾ ക്യാമ്പ് നടത്തുന്നത്. ആ രക്ഷിതാക്കന്മാരെ നമ്മോട് ചോദിച്ചിട്ടുണ്ട്, ഇത് എവിടെ തുടങ്ങാണ്? 10 ഏക്കർ സ്ഥലം മലപ്പുറത്തുണ്ട് പറഞ്ഞത്. കുട്ടികൾക്ക് മഴ കൊള്ളാതിരിക്കാൻ അന്നത്തെ ഒരു ബേജാറ് ചോദിച്ചാൽ അറിയാൻ പറ്റും. എവിടെ ഇവരെ അക്കമഡേറ്റ് ചെയ്യാൻ? ഇത്രയും കുട്ടികൾക്ക് എവിടെ സൗകര്യം കൊടുക്കും? സഹോദരങ്ങൾ, വാടക കെട്ടിടം കയ്യിലില്ലാത്തപ്പോൾ ഇത്രയും തന്റെ കുട്ടികളെ നല്ല A+ മുഴുവൻ വിഷയങ്ങൾക്കുള്ള നല്ല ഉയർന്ന സ്ഥാപനങ്ങൾ 5000-6000 ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റുന്ന സ്വന്തം നാട്ടിൽ വലിയ 100% വിജയമുള്ള സ്കൂൾ ഉണ്ടാകുമ്പോൾ ആ കുട്ടിയെ, സഹോദരങ്ങളെ, ഒരു സൗകര്യങ്ങളും ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഏൽപ്പിക്കുന്നിടത്ത് ഒരു രക്ഷിതാവിന്റെ മനസ്സിലുള്ളത് എന്താണ്?
അങ്ങനെ പഠിക്കാൻ വന്നൊരു കുട്ടിയുടെ മനസ്സിലുള്ളത് എന്താണ് നാം ആലോചിക്കണം. അത്രയും വലിയ സ്വീകാര്യത ഈ സമൂഹം നമ്മളോട് കൽപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, അവിടെ പ്രതീക്ഷകളിൽ ഒരു കുറവും വരാതെ നമുക്കിത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ പൂർത്തീകരിക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, സാധാരണഗതിയിൽ നമ്മൾ ഇതിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഭാരവാഹികൾ എന്നൊക്കെ പറഞ്ഞ ആളുകളെ പരിചയപ്പെടുത്തിയാലും ഇപ്പൊ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം നിലക്കാണ്. ഇപ്പൊ ഇവിടുന്ന് തന്നെ എന്നോട് ഒരാൾ ചോദിച്ചു, ഒരു വാഹനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു വാഹനത്തിന്റെ ഒരു എസ്റ്റിമേറ്റ് ഒരാൾ എന്നോട് അന്വേഷിച്ചു. ഞാൻ മനസ്സിൽ ഓരോരുത്തരും സ്വയം അത് പരിഹരിക്കുക എന്നുള്ള നിലക്കാണ് ഓരോ ആളുകളും അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് ഇന്ന് ചിന്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ യഥാർത്ഥമായ പരിഹാരം, ഈ സ്ഥാപനം അതിന്റെ പൂർണ്ണതയിൽ എത്തുവാനുള്ള മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരെയും ചിന്തിക്കുകയും ആലോചിക്കുകയും അതിന്റെ കൂടെ നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സന്ദർഭവും ഈ സമയവും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തെ ഇവിടെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിന് സംഭാവന കൊടുക്കുക എന്ന് മാത്രമല്ല. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പെരിന്തൽമണ്ണയുടെ ഒരു സ്വാഗത സംഘം ഇവിടെ ചേർന്നു, പ്രാദേശിക സ്വാഗത സംഘം ഇവിടെ ചേർന്നു. ആ സ്വാഗത സംഘത്തിൽ വെച്ചുകൊണ്ട് ഫൈസൽ മൗലവി ഈ സ്ഥാപനത്തിന്റെ സിലബസും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ചു. അപ്പൊ അത് ഞാൻ കേട്ട് ഞാൻ ആ ഒരു അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, അന്ന് തന്നെ എനിക്കുള്ള ഒരു ക്ലാസ്സിൽ ഞാൻ ഈ ജാമിയ സ്വപ്നം കാണുന്ന ഒരു കുട്ടി എന്തിവിടെ നിന്ന് പഠിക്കും എന്നതിനെ കുറിച്ചൊരു ചെറിയ വിശദീകരണം ഞാൻ ക്ലാസ് എടുക്കുന്ന QHLS കൊടുത്തപ്പോൾ അവിടെ വെച്ചൊരു കുട്ടി, ആ കേട്ടൊരു കുട്ടിയും രക്ഷിതാവും തീരുമാനിച്ചു ഇവിടെ വന്ന് ചേരാൻ. ഇവിടെ ഇപ്പോൾ ആളുകളെ ചേർക്കേണ്ട ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം 15 ദിവസത്തിൽ കുട്ടികൾക്ക് ബേസിക് ആയിട്ടുള്ള കോഴ്സുകൾ കൊടുത്തു കഴിഞ്ഞു. അത് പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ കൊടുക്കേണ്ട ഏറ്റവും മർമ്മപ്രധാനമാണ്. 15 ദിവസം കൊണ്ടാണെങ്കിലും ഒരു 6 മാസം കൊണ്ട് കൊടുക്കേണ്ടത് ഇവിടെ കൊടുത്തു കഴിഞ്ഞു. ഇനി അത് പഠിച്ചൊരു കുട്ടിക്ക് ബാക്കി ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായും ഒരു കുട്ടി പുതിയതായിട്ട് അഡ്മിഷന് വേണ്ടി വരുമ്പോൾ ഇനി നമുക്ക് പ്രയാസകരമായി തീരും. പക്ഷെ എന്നിട്ടും ഇന്റർവ്യൂ ചെയ്ത് കഴിവുള്ളൊരു കുട്ടിയാണെങ്കിൽ എടുക്കാം എന്ന് താല്പര്യപ്പെട്ടുകൊണ്ടാണ് അത് സ്വീകരിച്ചത്. അപ്പൊ നമ്മൾ ആ മീറ്റിംഗ് ഇവിടെ വിളിച്ചതിന് എന്താ വെച്ചാൽ, ഈ പ്രദേശത്തുകാർക്ക് ഈ സ്ഥാപനത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക. എനിക്ക് നിങ്ങളൊക്കെ പറയാനുള്ളത്, പിരിവല്ലേ നമ്മളെ പ്രശ്നം. അതൊക്കെ ഞങ്ങൾക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ എന്താ വെച്ചാൽ, ഈ സ്ഥാപനത്തെ ഗൾഫിലും നാട്ടിലുമുള്ള മുജാഹിദുകൾ താല്പര്യപൂർവ്വം ഏറ്റെടുത്തതുകൊണ്ട് അതിലെ പകുതി സംഖ്യയിലധികം ഇങ്ങോട്ട് വിളിച്ചു തരാവുന്നൊരു അവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. അല്പം ഇതിന്റെ പബ്ലിസിറ്റിയും കാര്യങ്ങളും കിട്ടുന്നതോടുകൂടെ അതിലുപരി എന്താണെന്ന് വെച്ചാൽ, എല്ലാ പ്രദേശത്തും നിങ്ങൾ ഈ ജാമിയയുടെ ഒരു സന്ദേശം നമുക്ക് എത്തണം. അതാണ് ഏറ്റവും പ്രധാനം. അതായത് ഈ സ്വാഗത സംഘ മീറ്റിംഗിൽ ഒരു 10 മിനിറ്റ് ഇതിന്റെ പ്രിൻസിപ്പൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും തന്റെ കുട്ടിയെ ഫസ്റ്റ് ഇയർ +2 കഴിഞ്ഞ കുട്ടിനെ ഇവിടെ കൊടുന്ന് സെക്കൻഡ് ഇയർക്ക് ഇവിടെ ചേർക്കാൻ തയ്യാറാവുമെങ്കിൽ ഈ ഒരു മഹത്തായ സ്ഥാപനം കേരളത്തിലെ മുസ്ലിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കണം. യഥാർത്ഥത്തിൽ ഈ ഉദ്ഘാടനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഫൈസൽ മൗലിന്റെ പ്രസംഗം നിങ്ങൾ ആദ്യത്തെ വിശദീകരണങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഇൻഷാ അല്ലാഹ് നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഈ ജാമിയെ പരിചയപ്പെടുത്തുന്ന ബുക്ക്ലെറ്റ് എല്ലാ ആളുകൾക്കും നൽകാവുന്ന രൂപത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ എല്ലാവർക്കും ഇത് പരിചയപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റിയൊരു സൗകര്യമാണെന്ത്, നിങ്ങളുടെ പ്രദേശത്തുള്ള ആളുകളെ ഒന്ന് വിളിച്ചു ചേർക്കുകയോ ഇതിനെപ്പറ്റി ഒരു ചർച്ച വെക്കുകയോ ഇതിനുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അവിടെ പങ്കെടുക്കുകയോ ചെയ്താൽ സ്വാഭാവികമായും അത് ചർച്ചയ്ക്ക് വരാനും ആളുകൾക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കാനും നല്ലൊരു അവസരം നമ്മുടെ മുമ്പിൽ ഉണ്ടാകും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴാണ് ആളുകൾ താല്പര്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് വരാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകുക. പിന്നെ മാത്രമല്ല, ഞാൻ പല സ്ഥലത്തും വിളിക്കുമ്പോൾ എന്താ വെച്ചാൽ, സാധാരണ ഇപ്പം നമ്മുടെ നാട്ടിലെ എല്ലാറ്റിനും കലക്ഷനും കാര്യങ്ങളാകുമ്പോൾ ഭയങ്കര പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ജാമിയന്റെ കലക്ഷന് വേണ്ടി ഏതെങ്കിലും പ്രദേശമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരൊരു തടസ്സം, ഞങ്ങളൊരു പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്കൊന്ന് പൂർത്തിയാക്കാണ്ട്, അങ്ങനത്തെ ഒരു തടസ്സം ആരും പറഞ്ഞിട്ടില്ല. അത് വലിയൊരു അത്ഭുതമായിട്ട് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞൊരു ദിവസം എല്ലാ പ്രദേശത്തും ഒരു ഡേറ്റ് കാണാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ കോളേജിൽ നിന്ന് വിളിച്ചപ്പോൾ ഒരാൾ പോലും എന്തെങ്കിലും ഒരു തടസ്സം, താൽക്കാലികമായ ഒരു തടസ്സം പറഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ട് ഇതിന്റെ താല്പര്യത്തോടെ വന്ന ആളുകളെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ അഥവാ ഈ ജാമിയന്റെ ഒരു കലക്ഷൻ ഉണ്ട് എന്ന് നാട്ടിൽ അറിയിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ ആളുകൾ പ്രതിഷേധിക്കും അടുത്ത ഭാവിയിൽ. ആ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ അറിയിച്ചില്ലല്ലോ. ഞാനൊരു അതിശയോക്തിയായിട്ടൊന്നും പറയല്ല, ആൾക്കാർ ചോദിക്കും. അത് അധികം സംഖ്യ എന്നുള്ളതല്ല, അത് അവിടെ തന്നെ ആളുകളുടെ ഒരു കാഴ്ചപ്പാടിന് വ്യത്യാസമുണ്ട്. നമ്മളെപ്പോഴും കലക്ഷനെ കുറിച്ച് പറയുമ്പോൾ ആളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, 2 കോടിയും 10 കോടിയൊക്കെ ഉള്ള ആള് സഹോദരങ്ങളെ 1 ലക്ഷം 2 ലക്ഷം കൊടുത്താൽ അത് 100 രൂപ എന്റെ കയ്യിലുണ്ടെങ്കിൽ അതിന് ഞാൻ 10 റുപ്യ കൊടുക്കണോടത്തേക്ക് എത്തൂ. അതിന്റെ നമ്മൾ ചിന്തിക്കാതെ പല ആൾക്കാരും ചിന്തിക്കില്ല. പള്ളിക്കൊന്ന് ഇറങ്ങുമ്പോൾ പിരിവിന്റെ ബക്കറ്റ് പിടിച്ച ആളെ മുന്നിൽ കടന്നു പോകുമ്പോൾ അത് 500 1000 ഉള്ളവർ ഇടട്ടേന്ന് വിചാരിക്കും. നമ്മളെ പോക്കറ്റിൽ 10 രൂപ ഇട്ടാൽ 1000ന്റെ നോട്ടിന്റെ കൂടെ ആ 10 രൂപ കിടക്കുന്നത് സഹോദരങ്ങളെ എഴുത്തിൽ അക്കത്തിന്റെ വ്യത്യാസമുണ്ടെങ്കിലും പ്രതിഫലത്തിൽ അതിനെ കവച്ചു വെക്കുമെന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. അതുകൊണ്ട് ഒരു പൈസയാണെങ്കിൽ ആ ഒരു രൂപയാണെങ്കിൽ ആ ഒരു രൂപ ഇവിടെ പങ്കാളിത്തത്തിന് ആഗ്രഹിക്കുന്ന നിഷ്കളങ്കരായ ആളുകളുണ്ട്.
ചിലപ്പോഴൊക്കെ ചില കലശന്റെ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ താരങ്ങൾ വലിയ സംഖ്യകളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ മടിച്ചു നിൽക്കുന്ന ആളുകളുണ്ടാവും. അവർ സ്വകാര്യം വന്ന് 10-15 രൂപയൊക്കെ കയ്യിൽ വെച്ചിട്ട് ഇത് നിങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കണമെന്ന് കണ്ണു നിറച്ച് പറയുന്ന രംഗം കാണുമ്പോൾ അവിടെ ആത്മാർത്ഥതയും നിഷ്കളങ്കതയും സഹോദരങ്ങളുടെ താല്പര്യവും വലുതാണ്. നമ്മൾ അവർക്ക് അവസരം വേണം. അതുകൊണ്ട് റമദാന്റെ മുമ്പ് ഈ ജാമിയയുടെ സ്ഥലത്തിന് വേണ്ടിയുള്ള 3.5 കോടിയുടെ പദ്ധതി പിരിവിനെ അവസാനിപ്പിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതുകൊണ്ട് ഈ ഇരിക്കുന്നവരോട് മാത്രമല്ല, നിങ്ങളുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഇതിൽ 10 രൂപ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതിനൊരിക്കലും ഇന്ന് ഈ പരിപാടിയുടെ മുറ്റത്ത് സമ്മേളിച്ച ആളുകൾ ഒരിക്കലും അതിൽ വീഴ്ച വരുത്തരുത്. അതാരനാണെങ്കിലും ഒരു വലിയ സംഗമത്തിൽ ഒരു 10 രൂപ ഒരാൾക്ക് കൊടുക്കുക, ഒരു ബക്കറ്റ് പള്ളിയിൽ വെച്ചിട്ട് അവരെ ഒരു പരിപാടിക്ക് വെച്ചിട്ട് 10 രൂപയാണ് ഒരാൾക്ക് തരാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നത് വളരെ പ്രാധാന്യപൂർവ്വം ഓർമ്മപ്പെടുത്തേണ്ടതാണ്. നമ്മളൊക്കെ എല്ലാവർക്കും പലപ്പോഴും കേട്ടതാണ് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, കുൽ ഇന്ന റബ്ബി യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉപജീവനത്തെ വിശാലമാക്കി കൊടുക്കും. സഹോദരങ്ങൾ, ഒരു സാമർത്ഥ്യം കൊണ്ട് കിട്ടുന്നതല്ല, വെറുതെ പറയാൻ ആൾക്കാർ. നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും അത് നിങ്ങളുടെ കച്ചവടത്തിന്റെ സാമർത്ഥ്യം കൊണ്ടോ നിങ്ങളുടെ ബുദ്ധിശക്തി കൊണ്ടോ നിങ്ങളുടെ ഭാഷാ പാഠവും കൊണ്ടോ ഒന്നും കിട്ടിയല്ല, പടച്ചോൻ തന്നതാണ്. അല്ലെങ്കിൽ ദാലിക ഫളലുല്ലാഹി എന്ന് പറയും. ഔദാര്യം എന്ന് എങ്ങനെയാണ് സഹോദരങ്ങളെ? നമ്മുടെ കഴിവ് കൊണ്ട് കിട്ടിയ ഒരു കാര്യത്തിന് ഔദാര്യം എന്ന് പറയാൻ പറ്റും. പടച്ചോൻ സമ്പത്തിനെ കുറിച്ച് ദാലിക ഫളലുല്ലാഹി എന്നേ പറഞ്ഞിട്ടുള്ളൂ, യുക്തിഹി മൻ യശാ. അതുകൊണ്ട് അള്ളാഹു നമുക്ക് ഔദാര്യമായി തന്നതാണ്. ഇനിയോ അത് ഇന്ന് നമ്മൾ സമ്പന്നനാണെങ്കിൽ നാളത്തെ പ്രഭാതത്തോടുകൂടെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരുത്തനാക്കാൻ അള്ളാഹുവിന് എന്ത് താമസം? ഒരു പ്രശ്നമായ കാര്യത്തിലില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് യഖ്ദിറു ലഹു. ചില ആളുകൾക്ക് അള്ളാഹു അതിനെ പരിമിതപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് അള്ളാഹു തന്നൊരു ഓഫർ എന്താ അറിയോ? വമാ അൻഫഖ്തും മിൻ ഷൈഇൻ, നിങ്ങൾ എന്ത് കൊടുത്താലും, മിൻ ഷൈഇൻ, നിങ്ങൾ എന്ത് കൊടുത്താലും ആ കൊടുക്കുന്നത് ഫഹുവ യഖ്ലുഫുഹു, അവൻ നിങ്ങൾക്ക് പകരം തരുന്നതാണ്. എന്തേ കൊടുത്തു വെച്ചാൽ അത് അപ്പ പടച്ചോൻ തിരിച്ച് നമുക്ക് തരും. വഹുവ ഖൈറുർ റാസിഖീൻ, റിസ്ക് കൊടുക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ അവനാകുന്നു. എല്ലാ അർത്ഥത്തിലും ആ രംഗത്ത് നമ്മൾ ഇരിക്കും. നമുക്ക് കുറച്ച് വിശ്വാസമുണ്ട്, ഈ ഇരിക്കുന്ന ആളുകൾ ഇതിന്റെ ഒരു ഉത്തരവാദിത്വം ശരിയായ അർത്ഥത്തിൽ ഏറ്റെടുത്താൽ ഞങ്ങൾ ആരും പുറത്തു പോകേണ്ടി വരില്ല, ഒരാളെ വീട്ടിലും വാഹനം എടുത്ത് പോകേണ്ടി വരില്ല. കാരണം നിങ്ങൾ ഓരോ നാടിന്റെ പ്രതിനിധികളാണ്, ഓരോ പ്രദേശത്തു നിന്ന് വന്ന ആളുകളാണ്, ഈ സ്ഥാപനത്തെ ഉള്ളറിഞ്ഞു സ്നേഹിച്ചവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ ആ നാട്ടിലെ സംഘാടകരാണ്, നമ്മുടെ ഈ ദഅവ കോർഡിനേഷൻ കമ്മിറ്റികളിലെ കൺവീനർമാരും ചെയർമാൻമാരുമാണ്, പല സ്ഥലങ്ങളിലും MSMന്റെ ISMന്റെ ഭാരവാഹികളാണ്. ആ നാട്ടിൽ പ്രധാനമായും പ്രവർത്തിക്കേണ്ടവരെ ഇന്നിവിടെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് വളരെ സ്നേഹപൂർവ്വം നമുക്ക് പറയാനുള്ളത്, ഇനി ഈ കുറഞ്ഞ 2 ആഴ്ചയുടെ ഉള്ളിൽ റമദാനൊക്കെ നമ്മുടെ ഈ വർക്കിംഗ് ഫണ്ട് പൊതുവെ ഇതിനു വേണ്ട ഒരു മാസത്തിൽ ചെലവഴിക്കേണ്ട സംഖ്യയ്ക്ക് ഒരു വർഷത്തേക്കുള്ള തുക ഏകദേശം 1 കോടിയോളം രൂപ നമ്മൾ സ്വരൂപിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി സമയം കാണുകയും അതിന് മുമ്പ് നമുക്ക് ഇതിനുള്ള സമ്പൂർണമായ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ നമ്മൾ ഓരോരുത്തരും അതൊന്ന് ഭാഗിച്ചെടുത്താൽ നമുക്കതിന് പറ്റും എന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ നമ്മളൊരു ചെറിയ മാനസിക വിഷമം പല ആൾക്കാർക്കും, കുട്ടികൾക്കല്ലേ പഠിക്കാൻ പറ്റുള്ളൂ, നമുക്ക് പഠിക്കാൻ അവസരമില്ലല്ലോ. നിങ്ങൾ നമ്മളെ ബ്രോഷർ ശരിക്കും കിട്ടുന്ന നോട്ടീസ് നമ്മൾ ശരിക്കും വായിക്കലുണ്ടെന്ന് അറിയില്ല. നിങ്ങൾ ജാമിയ അൽ ഹിന്ദിന്റെ നോട്ടീസ് ശരിക്കും വായിച്ചാൽ മതി. യഥാർത്ഥത്തിൽ നമ്മളുടെ ഇതുവരെയുള്ള സങ്കല്പങ്ങൾ അല്ലാത്തൊരു സങ്കല്പം ജാമിയയെ കുറിച്ച് നമുക്കുണ്ട്. ആളുകൾ ഒരാൾക്ക് ജാമിയത്തുൽ ഹിന്ദ് എന്നെന്താണ് പേരിടാൻ കാരണം എന്ന് ആളുകൾ ചോദിച്ചു. ഇവിടുത്തെ വിശദീകരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മുടെ സ്വപ്നത്തിന്റെ വലുപ്പമാണ് ആ പേരിന്റെ വലുപ്പം. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മുഴുവൻ ആളുകൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റും. ആർക്കും പഠിക്കാൻ, അറബിയിലല്ലേ ക്ലാസ്, ആർക്കും പഠിച്ചൂടെ? ഇവിടെ ആർക്കും പഠിക്കാം. ഇവിടെ പഠിക്കാൻ പറ്റാത്ത ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തു നിന്നും ഒരു കുട്ടിക്ക് വന്നാൽ ഇവിടെ പഠിക്കാൻ പറ്റിയ അറബിയിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഇന്ത്യയിലെ ഒരു സ്ഥാപനം തന്നെയാണ്, വെറുതെ പെരുപ്പിച്ച് പറയുന്നല്ല. ഇന്ത്യയിലെ ഏത് വിദ്യാർത്ഥിക്കും വരാൻ പറ്റും. നമ്മളൊന്ന് സ്വപ്നം കണ്ടുപോകുക, കേരളത്തിന്റെ മനസ്സിൽ തൗഹീദിന്റെ ആവേശമുള്ള ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായ സഹോദരങ്ങൾ ചിത്രം മാറൂലും. നമ്മളൊക്കെ മനസ്സിലുള്ള ആളുകൾ പിന്നെ ഉത്തരേന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വരികയാണെങ്കിൽ അതൊരു മഹാസംഭവിക്കണം. നമ്മൾ തനിച്ച ഖുറാഫാത്തും കുബൂരിയത്തും പഠിപ്പിക്കാൻ വേണ്ടി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെ കൊടുത്തിട്ട് ഇവിടുന്ന് പഠിപ്പിക്കുന്ന നാട്ടിലാണ് സലഫിയത്തിനെ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കാൻ അർത്ഥവത്തായ ഒരു സ്ഥാപനം നാട്ടിലില്ലാത്തതിന്റെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് മംഗലാപുരത്തിന് 2 കുട്ടികൾ വന്ന് നമ്മൾ അറബി കോളേജ് ചേർന്നായിട്ട് കഷ്ടപ്പെടും. കാരണം അവർക്ക് ഇവിടുത്തെ മലയാളം ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല. ഇതൊരു പുതിയ മാറ്റത്തിന്റെ തുടക്കമാണ്. അതുകൊണ്ട് ഇതൊരു സമ്പൂർണ്ണ സ്ഥാപനമാകുന്നതോടൊപ്പം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും പഠിക്കാൻ. അപ്പൊ നിങ്ങളിൽ ഒരാൾക്ക് നിങ്ങളുടെ ജീവിതം ഒന്ന് നേരാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ഹ്രസ്വകാല കോഴ്സുകൾ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്, ദീർഘകാല കോഴ്സുകൾ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളെ കുട്ടിഞ്ഞ് വേറെ എന്തെങ്കിലും കോഴ്സിന് പഠിക്കുകയാണ്, അവന് വെക്കേഷൻ ഒരു 15 ദിവസം ഉണ്ട്. അപ്പൊ ജാമിയത്തുൽ ഹിന്ദിൽ ആ 15 ദിവസത്തേക്ക് ആ കുട്ടിനെ കൊടുത്തിട്ട് ഇസ്ലാമികമായ ഒരു അവസ്ഥ കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ബ്രോഷർ പറഞ്ഞിട്ടുണ്ട്. അത് അതേപോലെ നടക്കും. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് സമ്പൂർണമായ നിലയ്ക്ക് ഇസ്ലാമിക കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും നമുക്ക് എല്ലാവർക്കും നമ്മുടെ പണ്ഡിതന്മാർക്ക് ഒത്തുചേരുവാനും അവർക്ക് ദീന്റെ കാര്യങ്ങൾ പഠിക്കാനും എല്ലാറ്റിനുമുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും.
ഇനി നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് നമ്മുടെ ജാമ്യയിലായിരിക്കും. ഇൻഷാ അല്ലാഹ് ആ 10 ഏക്കർ സ്ഥലത്ത് ഉയരാൻ പോകുന്ന മഹത്തായ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ തൗഫീഖാണ് നമ്മളെ ഇവിടെ എത്തിച്ചത്. ആ തൗഫീഖിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന് ഉറപ്പാണ്. അത് ധാരാളക്കണക്കിന് പള്ളികൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്നു. ആ പള്ളികളിലേക്ക് പറ്റുന്ന ആളുകളെ നമുക്ക് കൊടുക്കാൻ കഴിയണമെങ്കിൽ സഹോദരങ്ങളെ ഈ ഒരവസ്ഥ ഉണ്ടാവണം. അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളിലും നമ്മുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്നാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ നമ്മൾ ആലോചിച്ചാൽ നമുക്കറിയാൻ പറ്റും, ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ പരിഹാരം എന്ന നിലക്ക് പറഞ്ഞുകൊണ്ട് പറയാണ്, നമ്മുടെ കുട്ടികൾ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇന്ന് ഇപ്പോൾ പെരിന്തൽമണ്ണ ടൗണിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും അധികം ഞങ്ങളുടെ ടൗണിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഫോണുകളിൽ അവിടുത്തെ പ്രൊഫഷണലായ, അതായത് ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ആയ ഉയർന്ന ആളുകൾ തേടുന്ന ഏറ്റവും വലിയ പരിഹാരം എന്ന് പറഞ്ഞാൽ പിന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ സ്കൂളുകൾ ഒരു പക്ഷേ പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിക്കുകയും ലോഞ്ച് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ കുട്ടികളെ 50,000 60,000 കൊടുത്ത് പഠിപ്പിക്കുന്ന ആളുകൾ ചോദിക്കുന്നത് വെച്ചാൽ, കുട്ടിയൊന്ന് മര്യാദക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന രൂപത്തിൽ ആ കുട്ടിക്ക് ഫലപ്രദമായ ഒരു മതപരമായ ഗൈഡൻസ് കൊടുക്കാൻ എന്തുണ്ട് വഴി എന്ന ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ നമ്മൾ വഴങ്ങേണ്ടി വന്നു. ഇപ്പൊ ഞങ്ങൾ മദ്രസ അവിടെ നടത്തിയിരുന്നെങ്കിലും ആ മദ്രസ വളരെ നല്ലൊരു മദ്രസ ആക്കി എടുക്കാനും ക്ലാസ് ബേസിൽ നല്ല ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് നമ്മൾ മുന്നോട്ട് വന്ന് നോക്കിയപ്പോൾ, വെറുതെ അപ്പുറത്തൊരു ഷെഡും കൂടി 2 ക്ലാസ് റൂമിന് കെട്ടുന്നതിനെ പറ്റി അന്വേഷിച്ചപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞത് വെച്ചാൽ, ഒരു പെർമനന്റ് ഒരു കെട്ടിടത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കും, നമ്മൾ സഹായിക്കാം സഹകരിക്കാം എന്നാണ് പറയുന്നത്. കാരണം കുട്ടികൾ ഇന്നൊരു വിഷയമാണ് സഹോദരങ്ങൾ. മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ കിട്ടാത്ത കുട്ടികൾ, എവിടേക്ക് പോകണം എന്തു ചെയ്യണമെന്നറിയാത്തൊരു കുട്ടികൾ ഇന്ന് സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അതിനൊരു പരിഹാരം യഥാർത്ഥത്തിൽ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിൽ നമ്മളെ കുട്ടികളെ ചേർക്കുക എന്നുള്ളതല്ല, നമ്മുടെ കുട്ടികൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ അധ്യാപകന്മാരെ കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പുതിയൊരു സംസ്കാരത്തെ നമ്മൾ വാർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. എത്രമാത്രം അത് വിജയിക്കുന്നറിയില്ല. അതായത് നല്ലൊരു ഗവൺമെന്റ് ജോലി കിട്ടിയാൽ പിന്നെ ആ ഗവൺമെന്റ് ജോലിക്ക് പോവുക എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാവരും കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ചൊരു കാര്യം. ഞാൻ പറഞ്ഞത്, ഇത്തരം ഒരു സ്ഥാപനത്തിൽ ഒരു ജോലിയായിട്ട് നിൽക്കുന്നവനും മറ്റുള്ള പൊതുസ്ഥാപനങ്ങളിൽ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ പറ്റുന്ന ശമ്പളം നമ്മുടെ അധ്യാപകന്മാർക്കും ഇവിടെ നിറങ്ങുന്ന പണ്ഡിതന്മാർക്കും ലഭിക്കത്തക്ക വിധത്തിൽ നമ്മുടെ സാമൂഹികമായ ഒരു അവസ്ഥയെ തന്നെ മാറ്റിയെടുക്കാൻ ഒരു പക്ഷേ ഈ സ്ഥാപനത്തിന്റെ തുടക്കത്തിന് പറ്റുന്ന ആഗ്രഹിക്കുന്നത്. കാരണം അത്തരത്തിലൊരു ശമ്പള സ്കെയിലിലാണ് നമ്മൾ ഇവിടുത്തെ അധ്യാപകന്മാരെ നിശ്ചയിച്ചതും ഇനിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഒരു ഉടച്ചു വാർക്കൽ ഈ രംഗത്തുണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ നിങ്ങൾ എല്ലാവരും ഭാഗവാക്കാകണം എന്ന് ഉത്ബോധിപ്പിക്കാനാണ് ഈ സമയം നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ സ്ഥാപനത്തെ സ്നേഹിച്ചുകൊണ്ടും ഇതിനുവേണ്ടി സമയം ചെലവഴിച്ചുകൊണ്ടും ഇവിടെ എത്തിയ നമ്മുടെ ഈ യാത്ര എന്തായിരുന്നാലും ഒരു നല്ല പ്രവർത്തനമാണ്. നമുക്ക് എല്ലാവർക്കും ഉറച്ച് വിശ്വാസമുണ്ട്. ഈ സ്ഥാപനം ഉയർന്ന് വളർന്നു വരുവാൻ വേണ്ടിയുള്ള എല്ലാ നിങ്ങളുടെ പ്രാർത്ഥനകളും ഉണ്ടാവണം. നേരത്തെ ചോദിച്ച പോലെ തന്നെ സാമ്പത്തികമായ സ്വരൂപണത്തിന് ഒരു കുട്ടി ഒരു മാസം പഠിക്കണമെങ്കിൽ ഒരു 5,000 രൂപയെങ്കിലും ഒരു കുട്ടിക്ക് സ്വാഭാവികമായും ചിലവ് പ്രതീക്ഷിക്കും. അത്രയും വലിയ അധ്യാപകരുടെ ശമ്പളം മറ്റു സംവിധാനങ്ങളൊക്കെ ആയിട്ട് വേണ്ടി വരും. സഹോദരങ്ങളെ, എങ്ങനെയാണോ നമുക്ക് സഹായിക്കാൻ പറ്റുക, എങ്ങനെയാണോ നമുക്കത് സഹായിക്കാവുന്നവരെ കണ്ടെത്താൻ പറ്റുക, അതിനെക്കുറിച്ച് നിങ്ങൾ ഗൗരവപരമായി ആലോചിക്കണം എന്നീ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊണ്ടുകൊണ്ടും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടും നാളെ പരലോകത്ത് അവൻ സജ്ജനങ്ങൾക്ക് വേണ്ടി സത്യവിശ്വാസികൾക്ക് വേണ്ടി സജ്ജമാക്കിയ വിശാലമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. കഠിനമായ നരകശിക്ഷയും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീന്റെ മാർഗത്തിൽ നമ്മൾ ഏറ്റെടുത്ത ഈ മഹത്തായ പരിശ്രമങ്ങളെ അള്ളാഹു നമുക്ക് വിജയിപ്പിച്ചു തരുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥ. ഞങ്ങളിന്ന് മരണപ്പെട്ടുപോയ മഹാന്മാരായ പണ്ഡിതന്മാർക്ക്, നമ്മുടെ പൂർവികന്മാർക്ക് നീ പുറത്തു കൊടുക്കണം വിഷാവേ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.